താൻ എന്തിനാ എല്ലാവരെയും മുന്നിൽ വെച്ച് എന്നെ കണ്ടകശിനി എന്നൊക്കെ പറഞ്ഞത്? ഇപ്പൊ ഇവിടെ ആരുമില്ലല്ലോ. ഇപ്പോ തന്നോട് മാത്രം പറയാം, ഈ വീട്ടിലെ കണ്ടകശനി താനാ. താൻ പോയാലേ ഇവിടം രക്ഷപ്പെടൂ. തനിക്ക് എപ്പോഴും എന്നെ അപമാനിക്കണല്ലേ? ഞാൻ മാറി നിന്നാലും ഇങ്ങോട്ട് തലയിൽ വന്ന് കേറുമല്ലേ? സത്യം പറയാലോ, താൻ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാൻ ഒരു പ്രത്യേക രസാ. അത് കേൾക്കാനല്ലേ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചൊറിയുന്നത്. താനിപ്പോ വിശദീകരിച്ച് പറഞ്ഞതൊക്കെ ഒറ്റ പേരിൽ ഞാൻ പറയട്ടെ, ഉളുപ്പില്ലായ്മ. നല്ല തൊലിക്കട്ടിയാണെന്നും വേണമെങ്കിൽ പറയാം. എത്രയൊക്കെ വാങ്ങിച്ചു കൂട്ടിയാലും ഇങ്ങനെ ഇളിച്ചോണ്ട് നിന്നോളും. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ആ പറ. ഇവിടുത്തെ സാറിന്റെ പനി കുറയുവാണെങ്കിൽ ഞാനും സാറും കൂടി, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചിലപ്പോ ശബരിമലയ്ക്ക് പോകും. ഇത്രയും ദിവസം പറഞ്ഞതില് താൻ നല്ലൊരു കാര്യം പറഞ്ഞത് ഇപ്പഴാ. താൻ ശബരിമലയ്ക്ക് പോണോന്ന് തന്നെയാ എന്റെ അഭിപ്രായം. 3-4 ദിവസമെങ്കിലും ബാക്കിയുള്ളവർക്ക് കുറച്ച് സമാധാനം കിട്ടുമല്ലോ. എന്റെ അഭിപ്രായത്തില് പറ്റുമെങ്കിൽ എരുമേലി ഇന്ന് നടന്നു പോണം. അപ്പൊ തന്റെ എല്ലാ പാപങ്ങളും തീരുകയും ചെയ്യും. കുറച്ചു കൂടുതൽ ദിവസം ഞങ്ങൾക്ക് സ്വസ്ഥത കിട്ടുകയും ചെയ്യും. അല്ല, താൻ ശബരിമലയ്ക്ക് പോകുന്ന കാര്യം എന്നോട് ഒന്ന് പറഞ്ഞെന്തിനാ? വ്രതം തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ മാംസാദികളൊന്നും വേണ്ട, ഓൺലി വെജിറ്റബിൾസ്. ഞാൻ പറയാം എന്തൊക്കെയാണെന്ന്. ഓ, ഇനിയിപ്പൊ തന്റെ മെനുവും കൂടെ നോക്കിയിട്ട് വേണമല്ലോ ഇവിടെ ആഹാരം വെക്കാൻ. ഇവിടെ ഉച്ചയ്ക്ക് വെക്കുന്ന ചോറില് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടങ്ങ് തരും. മഹിസ്വാമി 3 നേരം അത് കുടിച്ചങ്ങ് വ്രതം എടുത്താ മതി. ഒരു സ്വാമി. കളിയാക്കണ്ട, ഞാൻ പോവും. പോയിട്ട് വരുമ്പോ തനിക്ക് എന്താ കൊണ്ടുവേണ്ടത്? അരവണ, ഉണ്ണിയപ്പം, മുത്തുമാല, പുലിനഖം. പിന്നെന്താ? അങ്ങനെ പലതും വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ വേണ്ട. താൻ പറഞ്ഞോ, ഞാൻ ഉറപ്പായിട്ട് വാങ്ങിട്ട് വരാം. അതിന് താൻ തിരിച്ചു വന്നാലല്ലേ. പിന്നെ തിരിച്ചു വരാതെ ഞാൻ എവിടെ പോരാ? പറയുന്നതിൽ വിഷമൊന്നും തോന്നരുത്, ഇഷ്ടമുള്ളത് കൊണ്ട് പറയുവാ. തന്നെ പുലി പിടിക്കും. തന്റെ സ്വഭാവം വെച്ച് അതിനാ സാധ്യത കൂടുതൽ. പിന്നെ ചെലപ്പോ താൻ രക്ഷപ്പെടും. അങ്ങനെ നാട്ടുകാരെയൊക്കെ സാക്ഷി നിർത്തി എന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നിട്ട് എന്റെ കയ്യിലേക്ക് അമ്മ നിലവിളക്കും എടുത്ത് തന്നിട്ട് വലതുകാലം എടുത്ത് വെച്ച് ഈ കുടുംബത്തിലേക്ക് കയറി വന്നതേ ഈ രമാദേവി തന്നെ. ഇതേ ചന്ദ്രലേഖ, ഈ വീട്ടിലെ ഒരു ജോലിക്കാരി. അടുക്കളയില് ആഹാരം ഉണ്ടാക്കാനും പാത്രങ്ങളൊക്കെ കഴുകാനും ഇവിടുത്തെ തറ തുടയ്ക്കാനും വസ്ത്രങ്ങളൊക്കെ അലക്കി ഇസ്തിരിയിടാനും നിർത്തിയിരിക്കുന്ന വെറും ഒരു ശമ്പളക്കാരി. നിങ്ങളുടെയൊക്കെ വർത്താനവും പെരുമാറ്റവും കണ്ടാ തോന്നും ഞാൻ വഴി മാറി ഇവിടേക്ക് വന്നതാണെന്നും ഇവരെ നിങ്ങളുടെ മകൻ താലി കെട്ടിക്കൊണ്ടുവന്നതാണെന്നും. ഇടയ്ക്കെങ്കിലുമൊക്കെ ഞാനിത് നിങ്ങളെയൊക്കെ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ മുഴുവനായിട്ടും എന്നെ നിങ്ങളൊക്കെ അങ്ങ് മറന്നുപോകും. നിങ്ങൾക്ക് ഞാനൊരു ശമ്പളം നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തരുന്നുമുണ്ട്. ആ ശമ്പളത്തിലുള്ള ജോലി നിങ്ങൾ എടുത്താ മതി. ഇതുപോലെ അഡീഷണൽ ജോലി ചെയ്ത് നിങ്ങൾക്ക് തന്നെ നഷ്ടം ഉണ്ടാക്കണ്ട.
ഹലോ അച്ഛാ. ആ ചിന്നുമോളെ, നീ സുഖായിരിക്കുന്ന മോളെ? അച്ഛനോ? കുഴപ്പമില്ല മോളെ, ഞാൻ തിരുമേനിയുടെ വീട്ടിൽ തന്നെയാ. അമ്മ ഇവിടെയുണ്ട്. ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും സുരക്ഷിതമായിട്ട് മാറുന്നതിനെ പറ്റിയാ ഞാനും അമ്മ ഇപ്പൊ ആലോചിക്കുന്നേ. ആ നരേന്ദ്രൻ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നതെന്ന് അറിയില്ല. സത്യം പറഞ്ഞ ഇവിടേക്കൊരു വണ്ടി വരുമ്പോ തന്നെ പേടിയാ അച്ഛാ. അങ്ങനെ എത്ര നാളെ ഇവിടെ ഒളിച്ചു താമസിക്കാൻ പറ്റും? എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. നമ്മൾ എന്ത് തീരുമാനിച്ചാലും ഈശ്വര നിശ്ചയല്ലേ നടക്കൂ. അച്ഛനൊന്ന് ആലോചിക്കട്ടെ. ഏതായാലും മോള് വിഷമിക്കണ്ട. എന്തെങ്കിലും ഒരു വഴി ദേവി കാണിച്ചു തരാതിരിക്കില്ല. എന്നാ ശരി മോളെ, പൂജാരി വരുന്നുണ്ട്. അച്ഛൻ നാളെ വിളിക്കാം.